സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി. ഇന്ന് നമ്മൾ NTSCക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമായ സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്ന വിവിധ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, Indian economy can be classified into 3 types of sectors. ഏതൊക്കെയാണ്? അതായത് എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യൻ എക്കോണമിയെ നമുക്ക് പ്രധാനമായിട്ടും 3 ആക്കി തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, എക്കണോമിക് ആക്ടിവിറ്റികളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യൻ എക്കോണമിയെ പ്രധാനമായിട്ടും പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്നിങ്ങനെ 3 ആയിട്ട് തരംതിരിക്കാം. ഇനി എന്താണ് ഈ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ദ ആക്ടിവിറ്റി കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഹെൻസ് ഏർണിംഗ് ഓഫ് ഇൻകം ഈസ് നോൺ ആസ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യൻ എക്കോണമിയെ 3 ആയിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ദ ആക്ടിവിറ്റി കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഹെൻസ് ഏർണിംഗ് ഓഫ് ഇൻകം ഈസ് നോൺ ആസ് എക്കണോമിക് ആക്ടിവിറ്റി. ഇനി നമുക്ക് ഈ 3 സെക്ടേഴ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ്, പ്രൈമറി സെക്ടർ. ഈ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇതാണ് ഫസ്റ്റിലുള്ള സെക്ടർ. അതായത് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ഡയറക്റ്റ്ലി യൂസിങ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ റിസോഴ്സസിനെ ഡയറക്റ്റായി യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി സെക്ടർ. ഇറ്റ് ഫോംസ് ദ ബേസ് ഫോർ ഓൾ അതർ പ്രോഡക്ട്സ് ദാറ്റ് വി സബ്സിക്വൻ്റ്ലി മേക്ക്. അപ്പോൾ പ്രൈമറി സെക്ടർ ആണ് മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ ബേസ്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ആണ് മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ ബേസ്. സിൻസ് മോസ്റ്റ് ഓഫ് ദി നാച്ചുറൽ പ്രോഡക്ട്സ് വി ഗെറ്റ് ആർ ഫ്രം അഗ്രികൾച്ചർ, ഡയറി, ഫിഷിംഗ്, ഫോറസ്ട്രി എക്സെട്ര, ദിസ് സെക്ടർ ഈസ് ഓൾസോ കോൾഡ് അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ. പ്രൈമറി സെക്ടറിനെ നമ്മൾ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ എന്നും കൂടി പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പ്രൈമറി സെക്ടറിലേക്ക് വേണ്ട നാച്ചുറൽ പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നത് അഗ്രികൾച്ചറും അതിൻ്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഡയറി, ഫിഷിംഗ്, ഫോറസ്ട്രി തുടങ്ങിയ ആക്ടിവിറ്റീസ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ അഗ്രികൾച്ചർ സെക്ടർ എന്നും കൂടെ പറയുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടർ എന്താണ്? വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി സെക്ടർ? This is because it forms the base for all other products that we subsequently make. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ബേസാണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ നാച്ചുറൽ പ്രോഡക്ട്സ്. സിൻസ് മോസ്റ്റ് ഓഫ് ദി നാച്ചുറൽ പ്രോഡക്ട്സ് വി ഗെറ്റ് ആർ ഫ്രം അഗ്രികൾച്ചർ, ഫിഷിംഗ്, ഫോറസ്ട്രി, ഡയറി എക്സെട്ര, ദിസ് സെക്ടർ ഈസ് ഓൾസോ കോൾഡ് അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ. അതായത് ഈ സെക്ടർ എല്ലാറ്റിൻ്റെയും ബേസാണ്. അതായത് പ്രൈമറി സെക്ടറാണ് സെക്കൻഡറി സെക്ടറിൻ്റെയും ടെറിഷറി സെക്ടറിൻ്റെയും ഒക്കെ ബേസ്. അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് ഈ സെക്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ സെക്കൻഡറി സെക്ടറിനെയും ടെറിഷറി സെക്ടറിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രൈമറി സെക്ടറാണ്. സെക്കൻഡറി സെക്ടർ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ എന്താണ് സെക്കൻഡറി സെക്ടർ എന്നുള്ളത്. പക്ഷേ സെക്കൻഡറി സെക്ടറിന് വേണ്ട റോ മെറ്റീരിയൽസ് നൽകുന്നത് പ്രൈമറി സെക്ടറാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രൈമറി സെക്ടർ ഇല്ലെങ്കിൽ മറ്റ് 2 സെക്ടറിനും നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി സെക്ടർ, ഇതൊരു ബേസാണ്. എക്സാമ്പിൾസ് അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷിംഗ്, ഡയറി എക്സെട്ര. ഇനി നമുക്ക് സെക്കൻഡറി സെക്ടർ, അടുത്ത ഓൺ ദ നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, ദ സെക്കൻഡ് ഡിവിഷൻ ഈസ് സെക്കൻഡറി സെക്ടർ. ഇത് പറയുന്ന പോലെ തന്നെ എന്താണ് സെക്കൻഡറി സെക്ടർ? ദി എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ റിലേറ്റഡ് ദി മാനുഫാക്ചറിങ് പ്രോസസ്. ദി എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി സെക്ടറിൽ
നാച്ചുറൽ പ്രോഡക്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സെക്കൻഡറി സെക്ടറിൽ നാച്ചുറൽ പ്രോഡക്ട്സിനെ നമ്മൾ എടുത്തിട്ട് മാനുഫാക്ചർ ചെയ്യാണ്. അതിന് വേറൊരു പ്രോഡക്റ്റ് ഇറ്റ് കവേഴ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രോഡക്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു അതർ ഫോംസ് ത്രൂ വേസ് ഓഫ് മാനുഫാക്ചറിങ്. പ്രൈമറി സെക്ടറിലുള്ള നാച്ചുറൽ പ്രോഡക്ട്സിനെ നമ്മൾ വേറൊരു ഫോമിലേക്ക് മാറ്റാണ് സെക്കൻഡറി സെക്ടറിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താവശ്യമുണ്ട്? നമുക്ക് ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ സെക്ടറിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നു. നേരത്തെ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞു. അതുപോലെ സെക്കൻഡറി സെക്ടർ മാനുഫാക്ചറിങ് സെക്ടറാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയും. അപ്പോൾ എന്താണ് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് കവേഴ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രോഡക്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു അതർ ഫോംസ് ത്രൂ വേസ് ഓഫ് മാനുഫാക്ചറിങ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. അതായത് സെക്കൻഡറി സെക്ടറിൽ നമ്മൾ നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് അതിനെ നാച്ചുറൽ പ്രോഡക്ട്സിനെ വേറൊരു ഫോമാക്കി മാറ്റുകയാണ്. അതിന് നമുക്ക് പ്രധാനമായിട്ടും എന്ത് വേണം? ഇൻഡസ്ട്രീസ് വേണം. അപ്പോൾ ഇതെന്താണ്? സെക്കൻഡറി സെക്ടർ എന്താണ്? ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ പ്രൈമറി. So the product is not produced by nature but has to be made, and therefore some process of manufacturing is essential. ഇവിടെ എന്താണ്? നേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല സെക്കൻഡറി സെക്ടറിൽ ഉണ്ടാവുന്നത്. പക്ഷേ നേച്ചർ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിനെ നമ്മൾ വേറൊരു ഫോമാക്കി മാറ്റാണ് സെക്കൻഡറി സെക്ടറിൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാറ്റുക? അതിന് ഇൻഡസ്ട്രീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. ചിലപ്പോൾ ഇൻഡസ്ട്രീസോ ഫാക്ടറിയോ അല്ലെങ്കിൽ വർക്ക് ഹൗസോ വീട്ടിലോ എങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസിലാണ് നമ്മൾ വേറൊരു ഗുഡ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രൈമറി പ്രോഡക്റ്റിനെ നമുക്ക് സെക്കൻഡറി സെക്ടറാക്കി മാറ്റാൻ സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചുറ്റിലും നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷുഗർ കെയിൻ ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ്. ആ നാച്ചുറൽ പ്രോഡക്ട്സിനെ നമ്മൾ ഇൻഡസ്ട്രീസിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? ഷുഗറാക്കി മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു റോ മെറ്റീരിയലാണ്, അതൊരു നാച്ചുറൽ പ്രോഡക്റ്റാണ്. ആ കോട്ടൺ പ്രൊഡക്ഷൻ പ്രൈമറി സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തതാണെങ്കിൽ എന്താണ്? കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഒരു ഷർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഷർട്ടാണ് എന്ത്? സെക്കൻഡറി സെക്ടറിൻ്റെ പ്രോഡക്റ്റ്, സെക്കൻഡറി സെക്ടറിൻ്റെ ഗുഡ്സാണ് ആ ഷർട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻഡസ്ട്രീസിൻ്റെ ഫാക്ടറികളുടെ സഹായത്തോടെ നമ്മൾ അതിനെ ക്ലോത്താക്കി മാറ്റുന്നു. അതാണ് സെക്കൻഡറി സെക്ടർ. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും കൂടെ ഈ സെക്ടറിന് നമ്മൾ പറയും. പിന്നെ അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും നമ്മൾ കല്ലൊക്കെ വെട്ടിയെടുത്തിട്ട് ആ കല്ല് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ആ നാച്ചുറൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീടുണ്ടാക്കുന്ന ആക്ടിവിറ്റീസൊക്കെ സെക്കൻഡറി സെക്ടറിൽ വരും. ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻവോൾവ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഞാൻ പറഞ്ഞു കോട്ടൺ ഒരു റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയലിനെ നമ്മൾ ഷർട്ട് എന്ന ഫിനിഷ്ഡ് ഗുഡാക്കി മാറ്റുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്ത സെക്ടറിനെയാണ് നമ്മൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അതായത് ഇൻഡസ്ട്രീസ് ഉപയോഗിച്ച് നാച്ചുറൽ പ്രോഡക്ട്സിനെ വേറൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാണ് ഈ സെക്ടറിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയും. ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയും. പ്രൈമറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സെക്കൻഡറി ആണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ഈ പ്രൊഡക്ഷൻ. അതുകൊണ്ട് ഈ സെക്ടർ, അതുകൊണ്ട് നമ്മളിതിനെ സെക്കൻഡറി സെക്ടർ എന്നും പറയുന്നു. ഇനി മൂന്നാമത്തെ, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, തേർഡ് ഡിവിഷൻ ഈസ് ടെറിഷറി സെക്ടർ. വാട്ട് ഈസ് ടെറിഷറി സെക്ടർ? ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് that help in the development of primary and secondary sectors. ടെറിഷറി സെക്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് എങ്ങനെയുള്ളതായിരിക്കും? പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ആക്ടിവിറ്റീസ് ആയിരിക്കും ടെറിഷറി സെക്ടറിൽ വരുന്നത്. ദീസ് ആക്ടിവിറ്റീസ് ജനറേറ്റ് സർവീസസ് റാദർ ദാൻ ഗുഡ്സ്. ദ ടെറിഷറി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് സർവീസ് സെക്ടർ. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി സെക്ടറിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു,
സെക്കൻഡറി സെക്ടറിൽ ആ പ്രോഡക്റ്റിനെ വേറൊരു പ്രോഡക്റ്റാക്കി മാറ്റി. എന്നാൽ ടെറിഷറി സെക്ടറിൽ ഒരു ഗുഡ്സും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇൻഡസ്ട്രീസ് ഉപയോഗിച്ചിട്ടോ നാച്ചുറലി ഒന്നും ഒരു ഗുഡ്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എന്താ ചെയ്യുന്നത്, ഇവിടെ ആ പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ സർവീസസ് ആണ് ഈ ടെറിഷറി സെക്ടറിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയും. ഫസ്റ്റത്തത് എന്താണ്, അഗ്രികൾച്ചർ സെക്ടറാണ്. രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ടെറിഷറി സെക്ടറിനെ നമ്മൾ സർവീസ് സെക്ടർ. ഇവിടെ സർവീസാണ് കൂടുതൽ കൊടുക്കുന്നത് റാദർ ദാൻ ഗുഡ്സ്. അപ്പോൾ എന്താണ്, ഈ ടെറിഷറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് വിച്ച് റെൻഡർ സർവീസ് ടു അതർ ടു സെക്ടേഴ്സ്. ദീസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് primary and secondary sectors. These activities by themselves do not produce a good, but they are aid or support for the production process. ഇതെന്താ ചെയ്യുന്നത്, നേരിട്ട് ഒരു ഗുഡ്സും ഈ ടെറിഷറി ആക്ടിവിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം അവരെന്താ ചെയ്യുന്നത്, ഒരു സപ്പോർട്ടാണ് പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും, അല്ലെങ്കിൽ ഒരു ഹെൽപ്പാണ് ചെയ്യുന്നത്, ഒരു സർവീസാണ് മറ്റ് രണ്ട് സെക്ടേഴ്സിനും ഈ ടെറിഷറി സെക്ടർ നൽകുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ടെറിഷറി സെക്ടറിൽ ഉള്ളത്. ദീസ് ആക്ടിവിറ്റീസ് ജനറേറ്റ് സർവീസസ് റാദർ ദാൻ ഗുഡ്സ്. സോ ദ ടെറിഷറി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് സർവീസ് സെക്ടർ. ഇവിടെ നമ്മൾ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്, ഇവിടെ സർവീസിനാണ് പ്രാധാന്യം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു കോട്ടൺ, അതായത് പ്രൈമറി സെക്ടറിൽ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റായ കോട്ടൺ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി സെക്ടറിൽ അതിനെ വേറൊരു ഫോമാക്കി മാറ്റിയതാണ് ഷർട്ട്. ഈ ഷർട്ട് കോട്ടനും അത് തമ്മിൽ ഷർട്ടിനെ കോട്ടൺ ആക്കാനുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ടെറിഷറി സെക്ടറിന് ഒരുപാട് സർവീസസ് ചെയ്യാണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ആ ഒരു കോട്ടൺ റോ മെറ്റീരിയലിനെ നമ്മൾ ഇൻഡസ്ട്രീസിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലോണൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ബാങ്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഈ ഫിനിഷ്ഡ് ഗുഡായ ആ ഷർട്ടിനെ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ഹൗസ് വേണം, വെയർ ഹൗസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, സ്റ്റോറേജ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത സെക്ടറാണ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, സ്റ്റോറേജ് ഇതൊക്കെ പറഞ്ഞു. ഇതൊന്നും കൂടാതെ കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ടെറിഷറി സെക്ടറിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണത്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബാർബേഴ്സ്, വാഷർമാൻ, ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ആക്ടിവിറ്റീസ് എന്താണ്, സർവീസ് സെക്ടറാണ്. ഇവിടെ നമ്മൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം സർവീസസ് ആണ് നൽകുന്നത്. അതുകൊണ്ട് ടെറിഷറി സെക്ടറിനെ നമ്മൾ എന്തും കൂടെ പറയുന്നുണ്ട്, നമ്മൾ സർവീസ് സെക്ടർ എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് നോക്കാം. എന്താണ് GDP എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ. എന്താണ് GDP? ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ ആണ് GDP. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ. ഒരു ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കണക്കാണ് എന്ത്, GDP എന്ന് പറഞ്ഞാൽ. GDP ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ ആണ് GDP. അതായത് എന്തിനാണ് ഈ GDP?
ഒരു രാജ്യത്തിൻ്റെ എക്കോണമി ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് GDP നോക്കിയാണ്. അപ്പോൾ ഒരു എക്കണോമിക് ഇയറിലേക്കാണ് ഒരു പെർട്ടിക്കുലർ ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ആ പെർട്ടിക്കുലർ ഇയർ? ഒരു എക്കണോമിക് ഇയറാണ് GDP കണക്കാക്കുന്നത്. എന്താണ് എക്കണോമിക് ഇയർ എന്ന് പറഞ്ഞാൽ? എക്കണോമിക് ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഇയർ അല്ല. ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന ഇയറാണ് സാമ്പത്തിക വർഷം എന്ന് പറയും, എക്കണോമിക് ഇയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു എക്കണോമിക് ഇയറിലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ GDP നോക്കിയിട്ടാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നത്. The value of final goods and services produced in each sector during a particular year provides the total production of the sector for that year. ഇപ്പോൾ GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂ ആണ് GDP എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളിത് കണക്കാക്കുന്നത്? വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സെക്ടർ. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ ഒരു എക്കണോമിക് ഇയറിൽ ആ ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ ആണ് എന്ത് നൽകുന്നത്? ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദ സെക്ടർ ഫോർ ദാറ്റ് ഇയർ. നമ്മൾ മൊത്തത്തിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എത്രമാത്രം ഉൽപ്പാദനം നടന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഈ 3 സെക്ടറിലും ഫൈനൽ ഗുഡ്സും സർവീസസും അതിൻ്റെ ഒരു വാല്യൂ നോക്കിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്? നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ലേ മൊത്തത്തിൽ പഠിക്കുന്നതിനേക്കാളും? ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ടു പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ ഈസ് യൂസ്ഫുൾ. എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്? ഇറ്റ് ഹെൽപ്സ് us to know what is the share of each sector in GDP. It tells us how many workers are employed in each sector. It tells us which sector is gaining important. എന്തിനാണ് നമ്മൾ ഇതിനെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഒക്കെ ആക്കി മാറ്റുന്നത്? അപ്പോൾ നമ്മൾ GDP എന്ന് പറഞ്ഞു, ടോട്ടൽ ഓരോ സെക്ടറിലുള്ള വാല്യൂ ആണ്, ആ ടോട്ടൽ ഗുഡ്സിൻ്റെ വാല്യൂ ആണ് GDP എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ സെക്ടറും പ്രൈമറി സെക്ടറിന് എത്ര കിട്ടുന്നുണ്ട്, സെക്കൻഡറി സെക്ടറിന് എത്ര കിട്ടുന്നുണ്ട്, ടെറിഷറി സെക്ടറിന് എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സെക്ടറാണോ, അതാണ് ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ്, വിച്ച് സെക്ടർ ഈസ് ഗെയിനിങ് ഇമ്പോർട്ടൻ്റ്. ഏത് സെക്ടറാണോ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഏത് സെക്ടറാണോ വളർച്ച പ്രാപിച്ചത്, ഇമ്പോർട്ടൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ സെക്ടറും GDPയിലേക്ക് എത്രമാത്രം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എത്രമാത്രം വർക്കേഴ്സ്, എത്ര ആളാണ് ഓരോ സെക്ടറിലും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് സെക്ടറാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ ഇപ്പം നമ്മൾ ഈ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നൊക്കെ പറഞ്ഞത് ഏതിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ്. വർക്കിംഗ് കണ്ടീഷൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ അവസ്ഥ, അതിൻ്റെ ബേസിൽ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസിനെ 2ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇനി എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സെക്ടർ വെർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആർ ഫിക്സ്ഡ് ആൻഡ് റെഗുലർ ആൻഡ് ദ എംപ്ലോയീസ് ഗെറ്റ് അഷ്യൂർഡ് വർക്ക് ജനറലി രജിസ്റ്റേർഡ് ബൈ ദി ഗവൺമെൻറ്. ഇതെന്താണ്? ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫിക്സ്ഡ് ആയിരിക്കും, റെഗുലർ ആയിരിക്കും, അതുപോലെ തന്നെ എംപ്ലോയീസ് ഗെറ്റ് അഷ്യൂർഡ് വർക്ക് രജിസ്റ്റേർഡ് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ എംപ്ലോയീസിന് ഒരു കൃത്യമായിട്ട് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? ഇറ്റ് രജിസ്റ്റേർഡ് വിത്ത് ദ ഗവൺമെൻറ്, പീപ്പിൾ ഗെറ്റ് അഷ്യൂർഡ് വർക്ക്, എംപ്ലോയ്മെൻറ്റ് ടേംസ് ആർ ഫിക്സ്ഡ് ആൻഡ് റെഗുലർ. അപ്പോൾ എന്താണ് ഈ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ? ഇത് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഒരു കൃത്യമായിട്ട് ജോലി കിട്ടും. ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ ജോലി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല. സ്ഥിരമായിട്ട് ജോലി കിട്ടുന്ന ഒരു ഫേമാണ് ഈ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ.
അപ്പോൾ രജിസ്റ്റേർഡ് എംപ്ലോയ്മെൻറ്റ് ടേംസ് ആർ ഫിക്സ്ഡ് ആൻഡ് റെഗുലർ. അതായത് നമ്മളിപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ റീഡ് ചെയ്ത് സൈൻ ചെയ്യണം. അപ്പോൾ അത് ഫിക്സ്ഡ് ആയിരിക്കും, അതിലൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രജിസ്റ്റേർഡ് വിത്ത് ദ ഗവൺമെൻറ് ആണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പോൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ എന്താണ്, ഓർഗനൈസ്ഡ് സെക്ടർ ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ദേ എൻജോയ് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. അവർക്ക് ഒരു ജോലി സ്ഥിരത ഉണ്ട്, അവരെ പെട്ടെന്ന് നാളെ ഒരു ദിവസം പിരിച്ചുവിടാനൊന്നും കഴിയില്ല. അതാണ് ഈ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ പ്രത്യേകത. സോ ദേ ആർ എക്സ്പെക്റ്റഡ് ടു വർക്ക് ഓൺലി എ ഫിക്സ്ഡ് നമ്പർ ഓഫ് അവേഴ്സ്. അതായത് ഒരു കൃത്യസമയത്ത് അവർക്കൊരു സമയം ഉണ്ടാവും. ഇപ്പോൾ 10 to 4 അല്ലെങ്കിൽ 10 to 5 അങ്ങനെയുള്ള ഒരു ടൈം ഉണ്ടായിരിക്കും. ഈ ടൈമിൽ കൂടുതലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ടൈമിൽ കൂടുതൽ വർക്ക് ചെയ്താൽ അവർക്ക് ഓണർ ഓവർ ടൈം വർക്ക് ചെയ്തതിൻ്റെ സാലറി കിട്ടും, അവർക്ക് ഓവർ ടൈം സാലറി കിട്ടും. അതുപോലെ തന്നെ ദേ ഗെറ്റ് പെയ്ഡ് ലീവ്, ഹോളിഡേയ്സ് പേയിങ്. സോ ഡ്യൂറിങ് ഹോളിഡേയ്സ് ദേ ഗെറ്റ് പെയ്ഡ് ലീവ്. അപ്പോൾ അവർ ഒരു ദിവസം ലീവ് എടുക്കുക അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ ഒക്കെ ആയാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ലീവൊക്കെ വരുമ്പോൾ അവർക്ക് സാലറി കിട്ടും. അതാണ് ഈ അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, കൃത്യമായിട്ടൊരു ജോലി ആൾക്കാർക്ക് ഉണ്ടാവും. പീപ്പിൾ ഗെറ്റ് അഷ്യൂർഡ് വർക്ക്, എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസ് ആർ ഫിക്സ്ഡ് ആൻഡ് റെഗുലർ. Then they have to follow rules and regulations of the government. They enjoy security of employment. There was fixed working hours ഉണ്ടായിരിക്കും. If they work more, they'll get overtime salary. Paid leave salary also will be there. So പിന്നെ അതുപോലെ തന്നെ വലിയ ഫേംസ് ആയിരിക്കും, ബിഗ് യൂണിറ്റ്സ് ആയിരിക്കും ഓർഗനൈസ്ഡ് സെക്ടറിൽ ഉണ്ടാവുക. ഇനി എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ, the unorganized sector is characterized by small and scattered units which are largely outside the control of the government. Low paid jobs and often not regular. അവിടെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഓർഗനൈസ്ഡ് സെക്ടറിൽ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞോ അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. അവിടെ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു, ഇവിടെ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല. വലിയ യൂണിറ്റ്സ് ആയിരിക്കും, പക്ഷേ അൺഓർഗനൈസ്ഡ് സെക്ടർ എപ്പോഴും സ്മോൾ യൂണിറ്റ്സ് ആയിരിക്കും. അതുപോലെ ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ്. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഓവർ ടൈം ചെയ്താൽ സാലറി ഉണ്ടാവും, പെയ്ഡ് ലീവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ്, ലോ പെയ്ഡ് ജോബ്സ് ആണ്. അതുപോലെ അവിടെ എംപ്ലോയീസ് അഷ്യൂർഡ് വർക്ക് എന്ന് പറഞ്ഞ് ഇവിടെ എന്താണ്, ഓഫൺ നോട്ട് റെഗുലർ ആണ്. ആ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ കൃത്യമായിട്ടൊരു ജോലി ഉണ്ടാവണമെന്നില്ല. ഇന്ന് ജോലി ഉണ്ടായാൽ ചിലപ്പോൾ നാളെ ജോലി ഉണ്ടാവില്ല. അതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ പ്രത്യേകത. എംപ്ലോയ്മെൻറ്റ് ടേംസ് ആർ നോട്ട് ഫിക്സ്ഡ് ആൻഡ് റെഗുലർ. എൻ്റർപ്രൈസസ് ആർ നോട്ട് രജിസ്റ്റേർഡ് വിത്ത് ദ ഗവൺമെൻറ്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അൺഓർഗനൈസ്ഡ് സെക്ടർ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എംപ്ലോയ്മെൻറ്റ് ടേംസ് ആർ നോട്ട് ഫിക്സ്ഡ് ആൻഡ് റെഗുലർ ആണ് എവിടെ, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ. എന്നാൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ ഇത് ഫിക്സ്ഡും റെഗുലറും ആയിരിക്കും, സ്ഥിരമായിട്ട് ജോലി ഉണ്ടാവും ഓർഗനൈസ്ഡ് സെക്ടറിൽ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി സ്ഥിരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ലീവ് ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് സാലറി കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ലോ പെയ്ഡ് വർക്ക്സ് ആണ് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ, സ്മോൾ എൻ്റർപ്രൈസസ് ആയിരിക്കും. A large proportion of laborers in India are working in the unorganized sector. നമുക്കറിയാം ഡെയിലി വേജ് വർക്കേഴ്സൊക്കെ, അതായത് അവർക്ക് ഒരു കൃത്യമായ ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാരും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ എന്നുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടു. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. ഇനി നമുക്ക് അടുത്തൊരു ഡിവിഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പബ്ലിക്, പ്രൈവറ്റ്, ജോയിൻറ്റ്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ജോയിൻറ്റ് സെക്ടർ.
അപ്പോൾ നമ്മൾ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എന്താണ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ, ഇൻ ദ പബ്ലിക് സെക്ടർ ദ ഗവൺമെൻറ് ഓൺസ് മോസ്റ്റ് ഓഫ് ദ അസറ്റ്സ് ആൻഡ് പ്രൊവൈഡ്സ് ഓൾ ദ സർവീസസ്. മെയിൻ എയിം ഈസ് ടു പ്രൊവൈഡ് പബ്ലിക് വെൽഫെയർ. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ആയിരിക്കും എല്ലാ സർവീസുകളും നൽകുക. അപ്പോൾ അങ്ങനെയുള്ള സെക്ടറുകളെ സാലറിയൊക്കെ ഗവൺമെൻറ് നൽകും. അതുപോലെ അതിന് വേണ്ട ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞത്. അത് പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സെക്ടർ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിൽ. ഇനി അടുത്ത സെക്ടറാണ് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും ഓണർഷിപ്പ്. ഇങ്ങനെയുള്ള സെക്ടേഴ്സിൻ്റെ ഓണേഴ്സ് ആരായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ് ആൻഡ് ഡെലിവറി ഓഫ് സർവീസസ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ് ഓർഗനൈസ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. മെയിൻ എയിം ടു മേക്ക് മെനി പ്രോഫിറ്റ്സ് ഫോർ ദംസെൽഫ്. ഗവൺമെൻറ്, അതായത് പബ്ലിക് സെക്ടറിൽ ഗവൺമെൻറ് ആയിരിക്കും ഓണർ, പ്രൈവറ്റ് സെക്ടറിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പബ്ലിക് സെക്ടറിൽ എന്തായിരിക്കും? പബ്ലിക് വെൽഫെയറിന് വേണ്ടിയുള്ളതാണ് ആ സെക്ടർ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വർക്കൊക്കെ ഗവൺമെൻറ്റാണ് സർവീസൊക്കെ കൊടുക്കുക. പക്ഷേ ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ എന്താണ്? മെയിൻ എയിം ടു മേക്ക് മെനി പ്രോഫിറ്റ്സ് ഫോർ ദംസെൽഫ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സെക്ടറാണ് പ്രൈവറ്റ് സെക്ടർ. പിന്നെ നമ്മൾ ഒരു ജോയിൻറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടിയതാണ്. പകുതി ഗവൺമെൻറ്റിൻ്റെ കീഴിലും പകുതി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കീഴിലുള്ളതാണ് ജോയിൻറ്റ് സെക്ടർ. ഇനി ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാണ്ട്. ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഏതൊക്കെ തരത്തിലാണ് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ വിച്ച് സം പീപ്പിൾ ലുക്ക് ലൈക്ക് ബീയിങ് എംപ്ലോയ്ഡ് but are actually not employed fully. This situation is also known as hidden unemployment. Disguised unemployment, hidden unemployment എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? In the case of disguised unemployment, people appear to be employed but actually they are unemployed. In this situation, more people are engaged in a work than required. ഇപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആൾക്കാർക്ക് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൾക്കാർക്കൊക്കെ ജോലി ഉണ്ടെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ജോലി ഇല്ല. അതായത് എന്താണെന്നറിയോ, ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു റൂറൽ വില്ലേജ് ഹൗസ് ഹോൾഡ്, അവിടെ ഒരു 10 ആളുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 ആളതിൽ 5 ആൾക്കാർക്ക് അവരുടെ അവിടെ തന്നെ ഒരു ഫാമിൽ ജോലി ഉണ്ടാവും. പക്ഷേ എന്താണ് അവിടെ ശരിക്ക് 5 ആൾക്കാരുടെ ജോലി ആവശ്യമില്ല, 3 ആൾക്കാരുടെ ജോലി ആവശ്യമുള്ളൂ. പക്ഷേ മറ്റുള്ളവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അവരും കൂടെ ഇവിടെ ജോലി ചെയ്യാണ്. പക്ഷേ ഇവിടെ 3 ആൾക്കാരെ ജോലി 5 ആൾക്കാർ ചെയ്യുമ്പോൾ എന്താണ്, ഇവർക്ക് എല്ലാവർക്കും ജോലി ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ അവരുടെ സേവനം ആവശ്യമില്ല, അവരുടെ വേജസും കുറവായിരിക്കും, അവർക്ക് കിട്ടുന്ന ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കുറവായിരിക്കും. ഈ ബാക്കി വരുന്ന ഈ 2 ആൾക്കാരെ നമുക്ക് വേറെ ഏതെങ്കിലും സെക്ടറിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് അവരുടെ വർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ അവരുടെ കഴിവ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ടല്ല അവർ വർക്ക് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത ജോലി അവർക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാണ്. അപ്പോൾ അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ വിച്ച് സം പീപ്പിൾ ലുക്ക് ലൈക്ക് ബീയിങ് എംപ്ലോയ്ഡ് ബട്ട് ആർ ആക്ച്വലി നോട്ട് എംപ്ലോയ്ഡ് ഫുള്ളി. അപ്പോൾ ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ജോലി ഇല്ല എന്ന് തോന്നില്ല, ജോലി ഉണ്ടെന്നേ തോന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് ഹിഡൻ ആണ്. അതായത് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുക.
ഇനി അടുത്തൊരു ഡിവിഷനാണ് സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയും. ഇപ്പോൾ സീസണൽ എന്ന് പറഞ്ഞ ടേം തന്നെ നിങ്ങൾക്കറിയാം, ഒരു പെർട്ടിക്കുലർ ടേം ഒരു സമയത്താണ് ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വിസിബിൾ ആകുന്നത്. ദിസ് ഹാപ്പൻസ് വെൻ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ജോബ്സ് ഡ്യൂറിങ് സം മന്ത്സ് ഓഫ് ദ ഇയർ. അതായത് ഒരു പ്രത്യേക സമയത്ത്, ദിസ് ഹാപ്പൻസ് വെൻ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് എനി ജോബ്സ് ഡ്യൂറിങ് സം മന്ത്സ് ഓഫ് ദ ഇയർ. അപ്പോൾ ഒരു പ്രത്യേക ചില മാസങ്ങളിൽ മാത്രം ജോലി ഇല്ലാതാവുക. ഇത് ശരിക്കും എവിടെ അറിയോ? അഗ്രികൾച്ചർ സെക്ടറിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരു പ്രത്യേക സീസണിൽ മാത്രം ജോലി ഉണ്ടാവുക, മറ്റേ സീസണിൽ ജോലി ഇല്ലാതിരിക്കുക. അങ്ങനത്തെ അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്? ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ല. വെൻ എ പേഴ്സൺ ഹാസ് നോ ജോബ് ഇൻ ഹാൻഡ് ആൻഡ് ഡസ് നോട്ട് ഏൺ എനിത്തിങ് അറ്റ് ഓൾ, ഇറ്റ്സ് സെഡ് ടു ബി എ സിറ്റുവേഷൻ ഓഫ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ജോലിയില്ല, കയ്യിൽ പൈസ ഇല്ല, ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ ജോലി ഇല്ല എന്നുള്ള ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് പോലെ അല്ല. അവിടെ നമുക്ക് കാണാൻ ജോലിയുണ്ട്, പക്ഷെ അവർ ഏൺ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ജോലിയില്ല, പൈസ ഇല്ല. അപ്പോൾ ഇത് ക്ലിയർലി വിസിബിളാണ്. ജോലി ഇല്ലാത്തത് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട എന്താണ്? ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ്. MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005. 2005 ഈ ആക്ട് പാസ്സാക്കുന്നത്. എന്താണ് ഈ MGNREGA എന്ന് പറഞ്ഞാൽ? അണ്ടർ MGNREGA 2005, all those who are able to and are in need of work in rural areas are guaranteed 100 days of employment in a year by the government. അപ്പോൾ എന്താണിത്? All those who are able to and are in need of work in rural areas are guaranteed 100 days of employment in a year by the government. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഗവൺമെൻറ് ജോലി കൊടുക്കുകയാണ്, തൊഴിലുറപ്പ് പദ്ധതിയാണ്, ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയിൽ അവിദഗ്ധ കായികാധ്വാനത്തിന് തയ്യാറുള്ള ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം, നേരത്തെ പറഞ്ഞ എക്കണോമിക് ഇയർ, പരമാവധി 100 ദിവസത്തെ തൊഴിൽ ആവശ്യാധിഷ്ഠിതമായി നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ഗ്രാമീണ മേഖലയിലെ റൂറൽ ഏരിയാസിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തൊരു പദ്ധതിയാണ്. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു തൊഴിലുറപ്പ് പദ്ധതിയാണ്. അപ്പോൾ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു MGNREGA 2005 ആക്ട്, അങ്ങനെ കൊടുക്കുന്ന ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ നിയമം പറയുന്നത്? അതായത് ഗ്രാമീണ മേഖലയിൽ അവിദഗ്ധ കായികാധ്വാനത്തിന് തയ്യാറുള്ള ജോലി ചെയ്യാൻ തയ്യാറുള്ള ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി 100 ദിവസം തൊഴിൽ ആവശ്യാധിഷ്ഠിതമായി നൽകുക എന്നുള്ളതാണ് അതിനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് MGNREGA 2005. ഇനി എപ്പോഴും അവർക്ക് 100 ദിവസം ജോലി നൽകാൻ സാധിക്കുമോ? ഇങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇഫ് ദ ഗവൺമെൻറ് ഫെയിൽസ് ഇൻ ഇറ്റ്സ് ഡ്യൂട്ടി ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, ഇറ്റ് വിൽ ഗീവ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസസ് ടു ദ പീപ്പിൾ. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ 100 ദിവസം ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? അവർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഗവൺമെൻറ് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പൈസ. അതാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാരൊക്കെ
പോവർട്ടിയിൽ നിന്ന് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് ഒരു ജീവിതത്തിൻ്റെ നിലവാരം കുറച്ചൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത്. അവർക്ക് തൊഴിൽ കൊടുക്കുക, എന്നിട്ട് അവർ ഏൺ ചെയ്യാം. അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് അവർക്ക് പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് സെക്ടർ ഹാസ് എമേർജ്ഡ് ആസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടർ ഇൻ ഇന്ത്യ? ഏത് സെക്ടറാണ് ഇന്ത്യയിലിപ്പോൾ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടറായിട്ട് എമേർജ് ചെയ്ത് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, പ്രൈമറി സെക്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി സെക്ടർ. ഇവിടെ ആൻസർ ടെറിഷറി സെക്ടറാണ് ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതൽ ഒരു ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടറായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ സർവീസ് സെക്ടറാണ് ടെറിഷറി സെക്ടർ. ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ പ്രോഡക്ട്സ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദി ഐറ്റംസ് ഗിവൺ ബിലോ. ടെക്സ്റ്റൈൽ, വീറ്റ് ഫ്ലോർ, കോട്ടൺ, ടൊമാറ്റോ സോസ്. ഈ ഓപ്ഷൻസ് നോക്കിയേ. ടെക്സ്റ്റൈൽ എന്താണ്? നമ്മൾ സെക്കൻഡറി ആയിട്ട് റിലേറ്റ് ചെയ്തതാ അല്ലേ? അതുപോലെ വീറ്റ് ഫ്ലോർ, ടൊമാറ്റോ സോസൊക്കെ എന്താണ്? സെക്കൻഡറി സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ നാച്ചുറൽ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേറെ ഒരു സാധനം ഗുഡ്സാക്കി മാറ്റുക ചെയ്ത്. പക്ഷേ കോട്ടൺ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. നാച്ചുറൽ പ്രോഡക്റ്റ് കോട്ടൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഡസ് നോട്ട് ഫാൾ അണ്ടർ അൺഓർഗനൈസ്ഡ് സെക്ടർ? നമ്മളിപ്പോൾ 2 സെക്ടറിനെ കുറിച്ചിട്ടും പറഞ്ഞു, ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡസ് നോട്ട് ഫാൾ അണ്ടർ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. എ ഫാമർ ഇറിഗേറ്റിംഗ് ഹിസ് ഫീൽഡ്, എ ഡെയിലി വേജ് ലേബറർ വർക്കിംഗ് ഫോർ എ കോൺട്രാക്ടർ, എ ഡോക്ടർ ഇൻ എ ഹോസ്പിറ്റൽ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ്, എ ഹാൻഡ്ലൂം വീവർ വർക്കിംഗ് ഓൺ എ ലൂം ഇൻ ഹർ ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പെടാത്തത് എന്താണ്? ഡോക്ടർ ഇൻ എ ഹോസ്പിറ്റൽ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ്. അത് ഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ആൾട്ടർനേറ്റീവ് പ്രൊവൈഡ്സ്. Both TISCO and Reliance Industries are owned by the government, private company, a cooperative society, jointly by private companies and the government. ഇത് നമ്മളിപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ജോയിൻറ്റ് സെക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ടിസ്കോ അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസൊക്കെ ഓൺഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NREGA National Rural Employment Guarantee Act of 2005 has guaranteed days of employment in a year in many districts of India. What are the correct numbers of days? എത്ര ദിവസം കൊടുക്കണം? 200 days, 100 days, 30 days, 60 days. എന്തായിരിക്കും ആൻസർ? 100 days. അപ്പോൾ NREGA അടിസ്ഥാനത്തിൽ നമ്മൾ 100 ദിവസമാണ് തൊഴിൽ കൊടുക്കേണ്ടത്.